ട്രാൻസ്ജെൻഡറിസം ഇസ്ലാമിക വീക്ഷണത്തിൽ അവരുടെ വൈവാഹിക ജീവിതം ചിലർ ജന്മന ട്രാൻസ്ജെൻഡർ പോലെയാണ്, ലൈക്ക് ഹിജഡ. അങ്ങനെ ഈ വിഷയത്തിൽ അവർ ജീവിച്ച് ജീവിത രീതി മാറ്റി ശരീരം മാറ്റി മറിക്കുകയല്ല, മറിച്ച് അവർ ജന്മന തെറ്റ് ചെയ്യുകയല്ല. അവർ ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെയാണ്. ഈ വിഷയത്തിൽ ജെൻഡർ ചേഞ്ച് ചെയ്യുന്നതിലുള്ള ഇസ്ലാമിക വിവക്ഷ എന്ത്? ഇത്തരക്കാരെ മാരേജ് ചെയ്യാൻ ആരും തയ്യാറല്ല. അപ്പോൾ ഇതിലുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടെന്ത്? അവർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എന്ത്? അവർക്കും കാണില്ലേ സെക്ഷൽ ലൈഫിനോട് താല്പര്യം? അത്തരക്കാരെ പറ്റി പറയാമോ? അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നേരത്തെ ഭിന്നലിംഗക്കാരാണ് എന്ന് പറയാൻ പുറത്ത് ഒരാൾക്ക് മടിയായിരുന്നു. ഇന്ന് അത്തരം ആളുകൾക്ക് പ്രത്യേക സംഘടനകൾ വരെയുണ്ട്. ഗവൺമെൻറ് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രമോട്ടർമാരെ വെക്കുകയും അവർക്ക് വേണ്ടി കേന്ദ്രങ്ങൾ തുടങ്ങുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ആളുകളെ നിശ്ചയിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഭിന്നലിംഗക്കാരനാണ് എന്ന് പറയാൻ ഒരല്പം മടിയുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് കുറച്ച് ഗർവോടുകൂടി പറയുന്ന ഒരവസ്ഥയിലേക്ക്, ആളുകളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു വരുന്ന ഒരവസ്ഥയിലേക്ക്, വലിയ പരസ്യങ്ങളിൽ വരെ അത്തരം ആളുകൾ പ്രത്യക്ഷപ്പെടുന്ന രൂപങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ആളുകളുടെ വിവാഹം എങ്ങനെ, പലപ്പോഴും ക്യാമ്പസുകളിൽ ഇത്തരം ആളുകളുടെ കൂട്ടായ്മയുണ്ടാവുകയും ഈ രൂപത്തിൽ ചിന്തിക്കുന്നവർ ഒരുമിച്ച് കൂടുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കും വേണ്ട ഒരു വിവാഹ ജീവിതം എന്നൊക്കെയാണ് ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. ഇസ്ലാമിൽ കൃത്യമായി ഇത്തരം ആളുകളെ വേർതിരിച്ച് തന്നെ ചർച്ച ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾ സ്വന്തം ലിംഗക്കാരോട് ആഭിമുഖ്യം കാണിക്കുന്നവനാണ്, മനസ്സുകൊണ്ട് ആഭിമുഖ്യം കാണിക്കുന്ന ആണാണെങ്കിൽ സ്ത്രീകളോട് യാതൊരു ആഗ്രഹവുമില്ല, അവരുമായി കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് പുരുഷനുണ്ടാകുന്ന ഒരു വികാരവുമില്ല. എന്നാൽ പുരുഷന്മാരോടുണ്ട് താനും. അതേപോലെ തന്നെ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് പുരുഷനോട് സ്വാഭാവികമായി പ്രകൃതിദത്തമായി ഒരു പെണ്ണിനുണ്ടാകുന്ന വൈകാരികതകളൊന്നുമില്ലാതെ സ്ത്രീകളോട് അവർക്കൊരു വൈകാരികത ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരം ആളുകൾ സത്യത്തിൽ അത് വെറും ഒരു മാനസികമായി ശാരീരികമായി പ്രശ്നങ്ങളൊന്നുമില്ലാത്തവരാണ് എങ്കിൽ അതിന് മാനസികമായ കൗൺസിലിങ്ങിലൂടെയും അതേപോലെ തന്നെ മറ്റു പരിഹാരങ്ങളും കണ്ടെത്തുക മാത്രമാണ് ചെയ്യാൻ പറ്റുക. അവർക്ക് അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യാൻ. എന്നാൽ ശാരീരികമായിട്ട് തന്നെ ഒന്നിലധികം ലിംഗമുള്ള പുരുഷൻ്റെ ശരീരവും സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങളുമുള്ള, സ്ത്രീയുടെ ശരീരവും പുരുഷൻ്റെ ലൈംഗിക അവയവവുമുള്ള ഇത്തരമൊക്കെ ആളുകളാണ് എങ്കിൽ അവർക്ക് ആധുനികമായ ചികിത്സാ സൗകര്യങ്ങളിലൂടെയും വൈദ്യശാസ്ത്രത്തിലൂടെയുമൊക്കെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി അവരുടെ ശരീരത്തോട് ഏറ്റവും യോജിക്കുന്ന ഒരു വിഭാഗത്തിലേക്ക് ചേരാവുന്നതാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇവർക്ക് പ്രത്യേകമായ നിയമങ്ങളുണ്ട്. ഇവരെ ആരുടെ കൂടെയാണ് ചേർക്കേണ്ടത് എന്നും അവർക്കുള്ള അനന്തരാവകാശ നിയമങ്ങളിൽ എത്രയാണ് അവർക്ക് നീക്കിവെക്കേണ്ടത്. പുരുഷനും സ്ത്രീക്കും ഇസ്ലാമികമായ അനന്തരാവകാശ നിയമങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ പുരുഷനുമല്ല സ്ത്രീയുമല്ല രണ്ടും വേർതിരിക്കാൻ കഴിയാത്ത ആളാണ് എങ്കിൽ അവർക്ക് എത്ര കൃത്യമായി ഇസ്ലാമിക നിയമങ്ങളുണ്ട്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗതിപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ ശാരീരികമായി ഏറ്റവും കൂടുതൽ ഏത് വിഭാഗത്തോടാണോ അവർ ആഭിമുഖ്യം പുലർത്തുന്നത് അതിലേക്ക് മാറാനും ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാനും അങ്ങനെ ജീവിക്കാനും അവർക്ക് ഇന്ന് സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ വെറും മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് പൂർണ്ണമായും പുരുഷനും അതല്ലെങ്കിൽ ശരീരം കൊണ്ട് പൂർണ്ണമായും സ്ത്രീയും
വെറും മനസ്സുകൊണ്ട് തൻ്റെ എതിർലിംഗത്തോടുള്ള ആഭിമുഖ്യം ഇല്ലാതിരിക്കുകയും സ്വന്തം ലിംഗത്തോട് ആഭിമുഖ്യം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു മാനസിക വൈകൃതമാണ് എന്ന് മനസ്സിലാക്കുകയും ആ വൈകൃതത്തിന് മാനസികമായ ചികിത്സകൾ തേടുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആ രൂപത്തിലാണ് ആ വിഷയം പരിഹരിക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു.